സുധീഷ്, ട്രംപ് 25% എന്ന് പറഞ്ഞത് 50 ആക്കിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ ട്രംപ് വെയിറ്റ് ചെയ്യുന്നു. നരേന്ദ്രമോദി പറയുന്നത് നമ്മുടെ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനും ഇന്ത്യ തയ്യാറല്ല, ഇന്ത്യ ഒന്നിനും പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. പൊതുവേ ഒരു സംഘർഷത്തിൻ്റെ ഭാഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംഘർഷം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു നല്ല സുഖമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും മോദിജിയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിക്ക് കാര്യങ്ങൾ നടക്കുമെന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിട്ട് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ. പക്ഷെ ട്രംപിന്റെ പാതയെന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മാഡ്നസ്സോട് കൂടിയിട്ടുള്ള, എന്നാൽ അതിൻ്റെ അകത്തെ ഒരു മെത്തേഡുള്ള ഒരു രീതിയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രംപ് ഈ താരിഫിൻ്റെ അകത്തൂടെ എല്ലാവരെയും ഒന്ന് റാറ്റിൽ ചെയ്ത് കുലുക്കി ബഹളം ഉണ്ടാക്കി ഇത് എല്ലാം കൂടെ ഒന്ന് സെറ്റിലാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അത് പതിയെ തിരിച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അറിയാമല്ലോ, US-ൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള 2 എക്സ്പോർട്ടുകളിൽ ഒന്ന് മിലിറ്ററി എക്വിപ്മെൻറ്റുകളാണ്. സ്പെയിൻ F-35 മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അവരിപ്പോൾ യൂറോ ഫൈറ്റർ കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. സ്വിറ്റ്സർലൻഡ് 9 ബില്യൻ്റെ F-35 ഡീല് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തരക്കേടില്ലാത്ത, അതായത് ആദ്യമേ ഓടി വന്ന ആൾക്കാരിൽ കുറച്ച് പേരായിരുന്നു സ്വിറ്റ്സർലൻഡ്. അവർ വന്ന് ഒരു ഡീലൊക്കെ ഫൈനലൈസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ട്രംപ് ഓർത്തത് കുറച്ച് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പം അടിച്ചു കൊടുത്തത് 39% ഇപ്പോൾ അതിന് സ്വിറ്റ്സർലൻഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിന് അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഭാരതത്തിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പോയ ആഴ്ചയിൽ റോയിട്ടേഴ്സാന്ന് തോന്നുന്നു ഇന്ത്യ എന്താ പറയുക ആംസ് ഡീലൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്ലാന്റഡ് ന്യൂസ് ആയിരുന്നു. P8 അത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതായത് ഇന്ത്യ US-ഉമായിട്ടുള്ള യാതൊരുവിധ പ്രതിരോധ കരാറുകളോ അല്ലാത്ത കരാറുകളോ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് മന്ത്രാലയം പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ മോദി നേരിട്ടിറങ്ങി ഫൈറ്റ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് മോദി നേരിട്ടിറങ്ങിയ ഫൈറ്റ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഫൈറ്റ് ഇന്റേണലി തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം വായത്ത് മനസ്സിലാക്കണം, ഫ്രണ്ട്ഷിപ്പ് വേറെ. അത് നമ്മുടെ കാര്യത്തിലായാലും ശരി, ട്രംപിൻ്റെ കാര്യത്തിലായാലും ശരി, രാജ്യ താല്പര്യം വന്നു കഴിയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് മാറി നിൽക്കുന്നു. നമ്മൾ ഇറങ്ങി ഇന്നലെ ബ്രസീലിയൻ പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു മോദിയെ. അതായത് ബ്രസീലിന് താരിഫ് അടിച്ചു കൊടുക്കുന്നു, വേണമെങ്കിൽ ബ്രസീൽ പ്രസിഡന്റ് എന്നെ വിളിക്കട്ടെ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ലുല അദ്ദേഹം പറഞ്ഞത് ഞാൻ ട്രംപിനെ ഒന്നും വിളിക്കാൻ പോകുന്നില്ല, വേണേൽ ഷീ ജിൻപിങ്ങിനെയോ നരേന്ദ്രമോദിയോ വിളിക്കും എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയെ വിളിച്ചു. നരേന്ദ്രമോദിയെ വിളിച്ചു കഴിഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത്. ഒരുത്തൻ്റെയും ഭീഷണിക്ക് നമ്മൾ വഴങ്ങുന്നില്ല. ട്രംപ് ഈസ് എ ബുള്ളി, എവറിബഡി നോസ് ദാറ്റ്. വി ആർ നോട്ട് ബോവിങ് ഡൗൺ ടു ഹിസ് ബുള്ളിനെസ്. അത്രയേ ഉള്ളൂ. നമ്മൾ ആ ഭീഷണിക്കൊന്നും വഴങ്ങുന്നില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇത് ഈ ബ്രസീലിയൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു എന്നുള്ള ട്വീറ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുടിനുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്വീറ്റ് ഉണ്ടായിരുന്നു. പുടിനുമായിട്ട് ട്രേഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇതെല്ലാം കൂട്ടാനുള്ള പരിപാടി, എണ്ണ ഉൾപ്പെടെയുള്ള സംഗതികൾ നമ്മൾ കൂട്ടാനായിട്ടുള്ള എണ്ണ ഇറക്കുമതി ഉൾപ്പെടെ നമ്മൾ കൂട്ടാനുള്ള പരിപാടിയാണ്. പുടിനും അതിൻ്റെ അകത്ത് ഏകദേശം ഹാപ്പിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എന്താണെന്ന് വെച്ചാൽ 2022 റഷ്യ ഉക്രൈൻ വാർ വന്ന സമയത്ത് ഈ അമേരിക്കയും EU-വും ഒക്കെ കൂടെയാണ് പറഞ്ഞത് റഷ്യയുടെ ഓയിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ബാരലിന് $60 കൂടുതൽ റഷ്യക്ക് ഓയിൽ വിൽക്കാൻ പറ്റില്ല. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എപ്പോഴും താത്തിയേ റഷ്യക്ക് ഓയിൽ വിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് റഷ്യ സമ്മതിക്കുകയും ചെയ്തു. റഷ്യ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭാരതം ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നമ്മൾ അവിടെ നിന്ന് എണ്ണ മേടിക്കാൻ തുടങ്ങി. മാർക്കറ്റ് വില 60 കൂടുതലായിരുന്നു, റഷ്യ ഡിസ്കൗണ്ട് ഇട്ടു,
നമ്മൾ എണ്ണ മേടിച്ചു. എണ്ണ മേടിച്ച് നമ്മുടെ റിഫൈനറിയിൽ അത് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിലാണ് നമ്മൾ മേടിച്ചത്, റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രൂഡ് റിഫൈനിങ് പ്രോസസ്സ് ചിലവ് കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. ആ ക്വാളിറ്റി ഉള്ള പെട്രോളിയം പ്രൊഡക്ട്സ്, അതായത് ഒരു ബാരൽ എണ്ണ മേടിച്ചാൽ അതിൻ്റെ അകത്ത് പെട്രോള് മാറ്റിയെടുത്താൽ ആ പെട്രോൾ സെപ്പറേറ്റ്, ഡീസൽ സെപ്പറേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റ് പ്രൈസിന് വിറ്റു. അതാണ് ഇപ്പോൾ അമേരിക്ക വന്നിട്ട് പറയുന്നത് ഇന്ത്യ ഈസ് വാർ പ്രോഫിറ്റിയറിങ്. അതായത് ഇന്ത്യ ഒരു യുദ്ധത്തെ മുതലെടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുകയാണെന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പുതിയ ആരോപണം. സോവിയറ്റ് നമ്മളിതെല്ലാം അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നതല്ലേ, ഇതൊക്കെ ഇവർ ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞ് ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് പറഞ്ഞത് ഇന്ത്യ എണ്ണ മേടിച്ചോട്ടെ, കുഴപ്പമില്ല, ഇന്ത്യ എണ്ണ മേടിച്ചോട്ടെ, കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റൂൾ. ഡിമാൻഡ് ഏതായാലും കുറയില്ല, ലോകത്ത് എങ്ങുമുള്ള പെട്രോളിയത്തിന് ഡിമാൻഡ് കുറയില്ല. അപ്പോൾ സപ്ലൈ നിർബാധം നടന്നോട്ടെ. പക്ഷെ റഷ്യൻ്റെ അന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കരുത്. മാർക്കറ്റ് വില 60 മേലെ 70 അടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും റഷ്യക്ക് $60 പെർ ബാരലേ ക്രൂഡ് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റഷ്യക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന മാർജിൻ കുറവായിരിക്കണം. റഷ്യയും ഭാരതവും കൂടെ കാണിച്ച അതിബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർജിൻ കുറവുള്ളപ്പോൾ ഏത് കച്ചവടക്കാരനും വോളിയം ട്രേഡ് എടുക്കും, അതായത് വോളിയം കൂട്ടും. അപ്പോൾ മിച്ചം വരുന്ന പൈസ കൂടുതൽ വരുമല്ലോ. അതാണ് റഷ്യ കാണിച്ചത്. ഭാരതം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അക്സസറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിന്നു, അത് ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. അല്ല, ഈ വാർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അമേരിക്ക ഈ വാർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ലേ? അമേരിക്ക എല്ലാ കാലത്തും വാർ പ്രോഫിറ്റിയറിംഗ് അല്ലേ നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ലോകത്ത് എവിടെ എന്നൊക്കെ അമേരിക്കയ്ക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നോ, അമേരിക്ക ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട്, ഇപ്പോൾ യുക്രൈനിലെ യുദ്ധം തന്നെ അമേരിക്കയല്ലേ ക്രിയേറ്റ് ചെയ്തത്. ഈ സാധനം മുഴുവൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബാക്കി പത്രം അമേരിക്കയുടെ തലയിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നിട്ട് അമേരിക്കയാണ് പൈസ കൊടുക്കുന്നതെന്നും അമേരിക്കയാണ് ശരിക്കും എന്താ പറയുക ഇതിൻ്റെ അകത്ത് നഷ്ടം സംഭവിക്കുന്നതെന്നുമാണ് അമേരിക്ക പറയുന്നത്. സംഗതി യുക്രൈന് കൊടുക്കുന്ന ആയുധങ്ങൾ, അതിൻ്റെ പൈസ കൊടുക്കുന്ന അമേരിക്ക, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്ക, ആയുധങ്ങളുടെ പൈസ പോകുന്ന അമേരിക്കക്കാർക്ക്. അല്ലാതെയുള്ള ഒരു 95% ഇതാണ് കേസ്. ബാക്കിയുള്ള 5% ബാക്കി എവിടെന്നെങ്കിലും വരുന്നുണ്ടാവും. ബാക്കി ഉക്രൈനിൽ ഇതുവരെ പൊട്ടിയിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഒരു 95% അമേരിക്കൻ മെയ്ഡ് ആയുധങ്ങളാണ്. അതിൻ്റെ അകത്ത് അമേരിക്ക പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഈ US-ൻ്റെ മുൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടൺ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇത് ട്രംപ് ഈ ചെയ്യുന്ന പരിപാടി ഭയങ്കര ഒരു അബദ്ധമാണ്, ഇത് ഇന്ത്യക്കെതിരെ ചെയ്തത് പ്രത്യേകിച്ചും. അതായത് ചൈനയുമായി ഇന്ത്യ അടുക്കാതെയൊക്കെ നിൽക്കുകയായിരുന്നു, ഇതിപ്പോൾ ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിപ്പിക്കാനുള്ള പരിപാടിയാണ് ട്രംപ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അബദ്ധമാണ്, അമേരിക്കയ്ക്ക് വളരെ ദോഷം ചെയ്ത പരിപാടി. സത്യമാണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടി. അതിന് മുന്നേ അമേരിക്കൻ ആയുധ കച്ചവടക്കാർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് പാകിസ്ഥാൻ ആയുധം മേടിക്കുന്നുവെന്ന് തീരുമാനമായി. അന്ന് ജവഹർലാൽ നെഹ്റു അമേരിക്കയോട് ചോദിച്ചു, നമുക്കും കൊടുത്താൽ പറ്റത്തില്ല, ഞങ്ങൾ ഓൾറെഡി പാകിസ്ഥാൻ കൊടുത്തു, അതുകൊണ്ട് ഇന്ത്യക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ റഷ്യയുമായിട്ട് പോയി ആയുധം മേടിക്കാൻ തുടങ്ങിയത്. അതിനുശേഷവും 71 നിക്സന്റെ കലാപക്കൊടിയും ഇന്ദിരാഗാന്ധിയെ ചീത്ത വിളിക്കലും ഒക്കെ നടന്നു. അതിൻ്റെയൊക്കെ ബാക്കി പത്രമായിട്ട് അമേരിക്ക നമ്മളെന്നും ഭാരതം എന്നും അമേരിക്ക ഒരു സംശയത്തോട് തന്നെയാണ് കണ്ടത്. പിന്നെ റഷ്യയുമായിട്ടുള്ള പ്രോക്സിമിറ്റി, കോൾഡ് വാർ, അങ്ങനെയുള്ള പല കാരണങ്ങളുമുണ്ട്. ഇതിനൊരു വ്യത്യാസം വന്നത് 90കളിലാണ്. അപ്പോഴും നമ്മൾ അമേരിക്കയെ കണ്ണടച്ചൊന്നും വിശ്വസിക്കാനായിട്ട് ഒരു തയ്യാറായിട്ടില്ല. പിന്നെയും വന്നിരിക്കുന്ന മറ്റേ ഒബാമയുടെ കാലത്ത് ന്യൂക്ലിയർ ട്രീറ്റി, നമുക്ക് 2008 അല്ലേ, 2008 നമുക്ക് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനായിട്ടും ഒക്കെ ആയിട്ട് സഹായവും ബാക്കിയുള്ള ഇതൊക്കെ കൂടെ കിട്ടി. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു ചെറിയ ആ വിള്ളലൊന്ന് കുറഞ്ഞു വന്നത്. അത് മുമ്പോട്ട് പോയി ട്രംപിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ സമയത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ബൈഡൻ വന്നപ്പോൾ നേരെ പുറകോട്ട് തിരിച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന കോപ്രായം കൊണ്ട് ശരിക്കും പറഞ്ഞ് അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഭാരതത്തിൽ ഏത് കൊച്ചു വിജനോട് ചോദിച്ചാലും പറയും. അതെന്താ വെച്ചാൽ അമേരിക്കയോട് നമ്മളൊരു സംശയം എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു കാരണം, അമേരിക്ക പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണ്. പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അമേരിക്ക ഒരിക്കലും വിട്ടിട്ടില്ല ഇത്രയും കാലത്ത്. 47 മുതലുള്ള ബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇറ്റ്സ് എ മാരേജ് ഓഫ് കൺവീനിയൻസ് മോറോർലെസ്. പാകിസ്ഥാൻ്റെ കയ്യിൽ പൈസയില്ല, അമേരിക്കയുടെ പൈസയുണ്ട്. പൈസ വീശി എറിഞ്ഞാൽ പാകിസ്ഥാൻ എന്തും കാണിക്കും, യാതൊരു സംശയമില്ല. പൈസ എറിഞ്ഞോ പാകിസ്ഥാൻ എന്തും ചെയ്യും, നമ്മളത് ചെയ്യൂല.
ഭാരതം ഇന്ന് വരെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല. പൈസ എറിഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ അമേരിക്കൻ താല്പര്യം നടപ്പാക്കില്ല. ഇല്ല, നമ്മൾ നമ്മുടെ താല്പര്യങ്ങളെ നടപ്പാക്കുള്ളൂ. ഈ താരിഫിൻ്റെ അകത്ത് തന്നെ ഇത്രയും ബഹളവും ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? താരിഫിൻ്റെ അകത്ത് കുറേ ഈ ട്രേഡിൻ്റെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ട്രേഡ് നെഗോസിയേഷന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അമേരിക്കയിൽ ലോബിയിങ് ഉണ്ട്, അറിയാമല്ലോ. ഫാർമ ലോബിയുണ്ട്, കൃഷിക്കാരുടെ ഒരു ലോബി ഇതുണ്ട്, പിന്നെ ഇവരുടെ മിലിറ്ററി ഒരു ലോബിയുണ്ട്, അങ്ങനെ അതുപോലെ തന്നെ ടെക് ജയൻസ്, IT, ഇവർക്കൊക്കെ ഇന്ത്യയിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് കിട്ടണം. മോർ ഓർ ലെസ് നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് നമ്മൾ ചുമത്തുന്ന താരിഫ് 30 മുതൽ 60% വരെ താരിഫ് ഓൾറെഡി നമ്മൾ ചുമത്തുന്നുണ്ട്. 50% അല്ലേ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ ട്രംപ്. അതും എസ്കലേറ്ററി ആയിട്ടാണ് 50% പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പാലിന് 30% താരിഫുണ്ട്. താരിഫുണ്ടെന്ന് മാത്രമല്ല, ആ പാല് വെജിറ്റേറിയൻ ആണെന്നുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലേ ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുള്ളൂ. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് അമേരിക്കയിൽ പശുവിന് മാംസഭാഗങ്ങൾ കൊടുക്കും, അതായത് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കും, പ്രോട്ടീൻ കൂടുതൽ കിട്ടാനും. അത് മാംസത്തിൻ്റെ വേസ്റ്റാണ് ഈ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുന്നത്. ആ മാംസം കഴിക്കുന്ന പശു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാല് നമുക്ക് വേണ്ട, നിങ്ങൾ കുടിച്ചോ, അത് ഇന്ത്യയിൽ വേണ്ട, നമുക്കത് ഓൾറെഡി അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ പാലുൽപ്പന്നങ്ങൾക്കും നമ്മൾ താരിഫുണ്ട്. 30 തൊട്ട് 60% വരെയാണ് അഗ്രികൾച്ചറൽ സാധനങ്ങൾക്കുള്ള താരിഫ്. 50% ആണ് പൗൾട്രിക്കുള്ള താരിഫ്. അതായത് കോഴിയിറച്ചി, മുട്ട, ഈ സാധനങ്ങൾക്കൊക്കെ 50% താരിഫോട് കൂടിയിട്ടേ അമേരിക്കൻ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വിൽക്കാൻ പറ്റൂ. അതല്ലാതെ അപ്പോൾ ഈ താരിഫുകൾ എടുത്തു കളയുക മാത്രമല്ല, നമ്മുടെ മാർക്കറ്റിൽ കൊടുക്കുന്ന MSP, സബ്സിഡി ഇതൊക്കെ എടുത്തു കളയണം എന്നൊക്കെയാണ് അമേരിക്കൻ ഇതിൻ്റെ ആവശ്യം. ഇതിനു വേണ്ടിയിട്ട് അമേരിക്കൻ ഈ അഗ്രികൾച്ചറൽ സെഗ്മെൻറ്റ് ലോബി ചെയ്യുന്നുണ്ട്. അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇതിനു വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഈ ലോബിയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു വർഷം ചിലവാക്കുന്നത് $38 മില്യൺ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതിനുള്ള ലോബിയിങ്ങിന് വേണ്ടി മാത്രം. അത് എഫക്റ്റീവ് ആവുന്നില്ല. ഒന്ന്. അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പയറുൽപ്പന്നങ്ങൾ പോലെയുള്ള സിറിയൽസ് ആൻഡ് പൾസസ്. അതിന് അവരോട് പറയുന്നത് അതിനും താരിഫുണ്ട്. ആ സാധനം താരിഫ് എടുത്ത് കളയണം എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, അമേരിക്കൻ ഫാം ബ്യൂറോ മാത്രം ഈ സാധനം ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് അവിടെ ലോബിയിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് $11 മില്യൺ ഒരു വർഷം. $11 മില്യൺ. നാഷണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷൻ $9 മില്യൺ. കാറ്റിൽമാൻസ് ബീഫ് അസോസിയേഷൻ $5 മില്യൺ. അതിൻ്റെ വെജിറ്റേറിയൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം, പാല് ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള പാലാണെങ്കിൽ ഇന്ത്യയിൽ വിൽക്കാൻ പറ്റും. അതൊക്കെയാണ് നിലവിലത്തെ നിയമങ്ങൾ. പിന്നെ അടുത്തത് USA പോൾട്രി ആൻഡ് എഗ്സ് എക്സ്പോർട്ട് കൗൺസിൽ $4 മില്യൺ. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിപ്പനി സമയത്ത് നമ്മൾ ബാൻ ഏർപ്പെടുത്തുമല്ലോ, നമ്മുടെ കുട്ടനാട്ടിലൊക്കെ താറാവുകളെ കൂട്ടത്തോടെ വന്നെടുക്കുന്നത്, അതെടുത്ത് കളയണം. എന്നിട്ട് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട, സാധനം ഇന്ത്യ കൊണ്ടുവന്ന് വിറ്റേച്ചാൽ മതി. അതാണ് അവരുടെ ആവശ്യം. ഇതിനൊക്കെ നരേന്ദ്രമോദി കൂട്ടു നിൽക്കണം. നടന്നു തന്നെ. അതുപോലെ തന്നെ GM സീഡ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് ഇന്ത്യയിൽ അനുവദിക്കണം. അവർ സീഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, ആയിക്കോട്ടെ, നിങ്ങളത് വെച്ച് കൃഷി ചെയ്തോ, അത് കുഴപ്പമില്ല, പോരാ, ഇന്ത്യയിൽ അത് വെച്ച് കൃഷി ചെയ്യണം. അതിന് അവരും മുടക്കുന്നുണ്ട് $3 മില്യൺ ലോബിയിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. ടെക് കമ്പനീസ്, അത് വേറൊരു ഇതാണ്. 6% താരിഫ്. നമ്മൾ ഈ ഗൂഗിളിൻ്റെ അകത്തെ പരസ്യം ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പോയിട്ട് ഗൂഗിളിന് പരസ്യം കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് പൈസ കൊടുത്താൽ അതിൻ്റെ 6% ഇന്ത്യൻ സർക്കാർ കൊണ്ടുപോകും താരിഫായിട്ട്, മോർ ഓർ ലെസ്. അതെടുത്ത് കളയണം. ഗൂഗിളിൻ്റെ, മെറ്റയുടെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ആവശ്യമാണത്. അതുപോലെ തന്നെ യൂറോപ്പിലൊരു നിയമമുണ്ട്, GDPR എന്ന് പറഞ്ഞിട്ട്.
ആ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഒരു നിയമം വരാൻ പോവാണ്, DPDP, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അത് ഓൾമോസ്റ്റ് ഫൈനൽ ഫേസിലാണെന്ന് പറയുന്നത്. അത് പാടില്ല. യൂറോപ്പിനാവാം, ഇന്ത്യക്ക് പാടില്ല. ഇരട്ടത്താപ്പ് നോക്കണേ. അതിനും ഇവർ ഇത് ചെയ്യുന്നുണ്ട്. ഈ DPDP ആക്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ഡാറ്റ ലോക്കലൈസേഷൻ പോലുള്ള സാധനങ്ങളുണ്ട്. അതായത് ഇവിടെ നിന്ന് ഈ പരസ്യ കമ്പനികൾ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നമ്മൾ ഇപ്പോൾ ഒരു ഷൂവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഷൂവിൻ്റെ പരസ്യം നമുക്ക് ഫോണിൽ വരുന്ന പരിപാടിയില്ലേ, ഉണ്ട്. ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ബാക്കിയായിട്ടാണ്. ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇന്ത്യയിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അതാണ് ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വേര് പിടിച്ചിട്ടാണ്, അതിന് നേരത്തെ ഉണ്ടായിരുന്ന സാധനമാണ് GDPR, യൂറോപ്പ് പാസ്സാക്കിയ നിയമം. ആ യൂറോപ്പ് ഡാറ്റ ലോക്കലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ഒരു നിയമം ഉണ്ടാക്കിയാൽ ഇവർക്ക് പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ തുറന്നു കൊടുക്കണം ഈ പണി. ഈ നിയമങ്ങളൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ വല്ലതും നടപ്പുള്ള കേസാണോ? ഇതിൻ്റെ അത് ഇച്ചിരി വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടോ വേണേൽ ഇച്ചിരി താരിഫ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ എന്തെങ്കിലും ചെയ്യുക. അത് നെഗോസിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ വ്യാപാരമാകുമ്പോൾ അങ്ങനെ, വ്യാപാരമാകുമ്പോൾ കുറച്ച് ടാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യും. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയണമെന്നൊക്കെ പറയാൻ നടക്കണ കാര്യമാണോ? ഒന്നുമല്ല. ഇതിപ്പോ എന്തോ ആകും. അപ്പോൾ ഈ ഇത് തീർന്നില്ല. ബാക്കി ഫാർമ മറ്റേ മിലിറ്ററി വേറെ, അവരുടെ ആവശ്യങ്ങൾ വേറെ ഉണ്ട്. ലിസ്റ്റ് ആയിട്ട് എന്താ ഉള്ളത്? ഇനി എന്തൊക്കെയുള്ളത്? ഫാർമ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷാ വൈദ്യ ഉപകരണങ്ങൾക്ക് നമ്മൾ MRP അടിച്ചിട്ടുണ്ട്. ഉദാഹരണം, നമ്മുടെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴത്തേക്കുള്ള സ്റ്റെന്റ് പണ്ട് ലക്ഷങ്ങളായിരുന്നു ആ സാധനത്തിന്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അത് നമ്മൾ 30,000 ക്യാപ്പ് ഇട്ടു. ഒരു സ്റ്റെന്റ്, നീ ഏത് സ്റ്റെന്റ് വേണേ വെച്ചോ, 30,000 രൂപ ആയിരിക്കും. സ്റ്റെന്റ് ആണോ 30,000 രൂപ. അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ചെയ്തതാണ്. അതെ, അത് എടുത്തു കളയണം. ശരി. അവർക്ക് തോന്നിയ പോലെ എന്താ പറയുക, ഇതിന് ബില്ലടിക്കാനുള്ള ഇത് വേണം. MRP സെറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പാറ്റന്റ് നിയമത്തിന്റെ സെക്ഷൻ 3D എടുത്തു കളയണം. സെക്ഷൻ 3D എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷാ മരുന്നാണോ, അമേരിക്കൻ പാറ്റന്റ് ഉള്ള ഒരു മരുന്ന്. ആ സാധനം ഇപ്പോൾ കിഡ്നി ഫെയിലിയർ വരുന്ന ആൾക്കാർക്ക് ആ കിഡ്നി ഫെയിലിയർ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഈ ക്രിയാറ്റിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ടുള്ള ഒരു മരുന്ന് വന്നു എന്ന് വിചാരിക്കാം. നമ്മളൊരു ഉദാഹരണത്തിന് പറയാം, അമേരിക്ക എന്നാണ് വന്നത്. ആ സാധനം ജീവൻ രക്ഷാ മരുന്നായിട്ട് ഭാരത സർക്കാർ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിന് ഒരു ഇഞ്ചക്ഷൻ അവർ അമേരിക്കൻ കമ്പനി ചാർജ് ചെയ്യുന്ന 1 ലക്ഷം രൂപയാണ്. സാധാരണ മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ കമ്പനി ഏതെങ്കിലും ഒരെണ്ണത്തിനെ വിളിച്ചിട്ട് സർക്കാരിന് പറയാം, നീ ഇത് ഒന്ന് ഉണ്ടാക്കിക്കേ, എന്നിട്ട് നല്ലൊരു പ്രൈസിന്, സാധാരണക്കാർക്ക് താങ്ങുന്ന പ്രൈസിന് വിൽക്ക് എന്ന് പറയാം. അതെടുത്ത് മാറ്റണം. അങ്ങനെ അതാണ് ഫാർമ ലോബിയുടെ ഏറ്റവും വലിയ ആസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വിപണി ഒരു നിയന്ത്രണവും ഇല്ലാതെ അവർക്ക് തുറന്നു കിട്ടണം എന്നുള്ളത്. എക്സാക്ട്ലി. ഓയിൽ ലോബിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2% താരിഫ് നമ്മൾ അമേരിക്കൻ ഓയിലിൽ വെക്കുന്നുണ്ട്. അതെടുത്ത് കളയണം. 10% ലൈറ്റ് ക്രൂഡയിൽ നമ്മൾ താരിഫ് അടിച്ചു കൊടുക്കുന്നുണ്ട്. 10%. അത് എടുത്തു കളയണം. പറ്റൂല. ഇതൊക്കെയാണ് പ്രശ്നം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 260 മില്യനാണ് ഇന്ത്യൻ വ്യാപാര താല്പര്യങ്ങളെ ഹനിക്കാനായിട്ട് അമേരിക്കയിൽ ലോബിങ് നടക്കുന്നത്. ഏകദേശം 260 മില്യൺ, അതായത് 260 മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ 26 കോടി ഡോളർ ഒരു വർഷം. നമ്മുടെ ആകപ്പാടെയുള്ള ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 820 ബില്യനാണ്. അതിൻ്റെ അകത്തുനിന്ന് 80 ബില്യനാണ് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ്. അതിൻ്റെ അകത്ത് ഈ താരിഫൊക്കെ അടിച്ചു തന്നല്ലോ, 50% താരിഫ് അടിച്ചല്ലോ. ഇതിന് എക്സംഷൻ ഉണ്ട്, അതാരും പറയുന്നില്ല. എക്സംഷൻ ഇല്ലാത്തതൊരു 40 ബില്യനേ ഉള്ളൂ. ആ 40 ബില്യൻ്റെ അകത്തെ മെയിൻ എക്സെപ്ഷൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ, ജ്വല്ലറി, മറ്റേ വജ്രം, അങ്ങനെയുള്ള കല്ലുകൾ ഒക്കെയാണ്. അത് അമേരിക്കയ്ക്ക് വിടണ്ടെന്ന് വിചാരിച്ചപ്പോരെ. ഇന്നലെ നമ്മുടെ കിറ്റെക്സ് സാബു പറയുന്നത് കേട്ടു, ഞാൻ ഇത് ഇന്ത്യയിൽ ലോക്കലി വിൽക്കും, അതല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്ക് ഞാൻ കയറ്റി അയച്ചോളാം, എനിക്ക് ഈ സാധനം വേണ്ട. അമേരിക്ക ആയിരുന്നു സാബുവിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ്. അത് സാബു വേണ്ടാന്ന് വയ്ക്കുന്നു. സർക്കാർ നരേന്ദ്രമോദി വ്യവസായികളോട് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. അതിൻ്റെ പബ്ലിക്കായിട്ടുള്ളൊരു സാധനം കേട്ടില്ല, പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. വ്യവസായികളുടെ ഒരു കൗൺസിലുമായിട്ടോ എന്തോ സംസാരിച്ച വഴിക്ക്
പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. അമേരിക്കയ്ക്ക് പോകാൻ പറ്റാത്ത സാധനങ്ങൾ, അമേരിക്കയിൽ താരിഫ് കാരണം വിറ്റ് പോവാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് സർക്കാർ ഇടപെട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചെയ്യാം. അത് പബ്ലിക്കായിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നീക്കുപോക്കുകൾ സർക്കാരിൻ്റെ സഹായം ഉണ്ടാവും അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഈ ലോണുകളുള്ള വ്യവസായികൾക്ക്, വ്യാപാരികൾക്ക് മൊറട്ടോറിയം പോലെയുള്ള സംഗതികൾ അങ്ങനെയൊക്കെ ഇതിനോടൊരു നമുക്ക് ഒന്ന് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇതിനെ ഒന്ന് തരണം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സർക്കാരിൻ്റെ സഹായങ്ങൾ ധാരാളം വേണം, അത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇത് ഇപ്പോൾ നിലവിലത്തെ സിനാരിയോ അനുസരിച്ച് അമേരിക്കയ്ക്ക് വലിയ കൊമ്പും വാലും തുമ്പിക്കുകയും ആണെന്നുണ്ടെങ്കിൽ താരിഫുള്ള ഐറ്റംസ് അങ്ങോട്ട് കയറ്റിവിടണ്ട എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. ഓക്കെ, ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഇത്രയും ഈ താരിഫ് യുദ്ധം തുടങ്ങാൻ ഉണ്ടായ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ട്രംപിന് എന്താണ് പ്രശ്നം, എന്താണ് അമേരിക്കയ്ക്ക്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം ട്രംപിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതൊരു ഉദ്ദേശമാണ്. കാരണം ഒബ്വിയസ്ലി GDP കൂടും, സമ്പദ്ഘടന ശക്തി പ്രാപിക്കും. പക്ഷേ അതിൻ്റെ അങ്ങാപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ കടം എന്ന് പറഞ്ഞാൽ 36 ട്രില്യൺ US ഡോളറാണ്. 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ശേഷം 12 പൂജ്യം വേണം. അങ്ങനെ ആ 36 ട്രില്യണാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കടം. അമേരിക്കൻ GDP പോലും അത്രയില്ല. GDP-യെക്കാട്ടി മേലെ പോയി അമേരിക്കയുടെ കടവും പലിശയും കൂടെ കൊടുത്ത് ഈ താരിഫ് എടുത്തിട്ട് പലിശയും മുതലും കൂടെ അടച്ചു തീർക്കാനാണ് ട്രംപിൻ്റെ പ്ലാൻ എന്ന് ഒരു വാർത്ത കണ്ടു. അത് ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചരണ കാലത്ത് കേട്ട ഒരു വാർത്തയാണത്. ഇപ്പോഴും ഇന്നിപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഏതാണ്ട് 100 മില്യനോ മറ്റോ വന്നത് പലിശയ്ക്ക് അടച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇത് പെട്ടെന്ന് തന്നെ അടച്ചു തീരും, കടം അടച്ചു തീരും എന്നാണ് ട്രംപ് പറയുന്നത്. ഈ കടം അത്ര പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം ഇപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, അമേരിക്കയുടെ എക്സ്പോർട്ട് കുറയും. നെറ്റ് എക്സ്പോർട്ട് 2025 ഉള്ള നെറ്റ് എക്സ്പോർട്ട് 24-നെക്കാട്ടി കുറയും, യാതൊരു സംശയം വേണ്ട. 2, ഈ US ട്രഷറി ബോണ്ടുകൾ ചൈനയുടെയും ഇന്ത്യയുടെയും മാത്രം കയ്യിൽ ഏതാണ്ട് 1 ട്രില്യനോളം US ട്രഷറി ബോണ്ടുണ്ട്. ചൈന അത് പതിയെ വിറ്റഴിക്കാൻ തുടങ്ങി. 24-ൽ 775 ബില്യൺ ആയിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആസ് ഓഫ് നൗ 750-ൽ താഴെയാണ്. അതായത് അവർ വിറ്റഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ താമസമില്ലാതെ അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നു എന്ന് കേട്ടപ്പോഴേ ചൈന പതിയെ ഇത് വിറ്റഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വിറ്റഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതായത് രാജ്യങ്ങൾ ഇത് വിറ്റ് ഒഴിവാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പലിശ കൂടും. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റിലെ പലിശ നിരക്ക് കൂടും. പലിശ നിരക്ക് കൂടുമ്പോഴത്തേക്കും ഉള്ള കടത്തിൻ്റെ പലിശ പിന്നെയും കൂടും. അതൊരു ലൂപ്പിലേക്ക് പോവുകയും മാത്രമല്ല ഡോളറിൻ്റെ വില ഇടിയാൻ തുടങ്ങും. വില ഇടിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ആഘാതം അമേരിക്കൻ എക്കോണമിയിൽ ഉണ്ടാവും. ഗുരുതരമായ സാമ്പത്തിക പ്രശ്നം വന്ന് കയറും. അതിനു വേണ്ടിയിട്ടാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നാണ് തോന്നുന്നത്.